ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ ഡേ 11 വരെ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ എത്തിയിട്ടുള്ളത് മിർദിഫ് മോളാണ് കേട്ടോ, ദുബായിലുള്ള. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണെന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ കണ്ടതാണ് കേട്ടോ, ടിക്ടോക്കിൽ കണ്ടപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞു ഇന്ന് ആയിക്കോട്ടെ നമുക്കിന്ന് ഇവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് ഇങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ വെച്ചാൽ എന്താ പറയുക, ഫുൾ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. പക്ഷേ അതെന്താ പറയുക, ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിതാ അങ്ങനെ വീഡിയോ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ 3 ആളുണ്ട് കേട്ടോ. ഒന്ന് ഷർഫൂനെ കൂടി കൂട്ടിയിട്ടുണ്ട്, അവനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനോട് പറഞ്ഞാൽ പോരെ, നമ്മൾ വെറുതെ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് റിലാക്സ് ആവണം. ഞാൻ അവനോട് എപ്പോഴും പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഗൈസ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള നിലക്കാണ് കേട്ടോ നിൽക്കുന്നത്. അവിടെ ചില ഭാഗത്തൊക്കെ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ മിക്കതും യൂറോപ്യൻസാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3-4 ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് മോർണിംഗ് വരണം, അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മോർണിംഗ് നല്ല വൈബാണെന്നാണ് കേട്ടോ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നൈറ്റ് ഒരു 8 o'clock ആ റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഏരിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പം ഇന്ന് ഷെർഫുള്ള കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട്. ഒരാളെ കുട്ടീനെ നോക്കുന്നുണ്ട്, ഒരാൾ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിലുള്ള ഒരു വീഡിയോ ആവും നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു കഫേൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഭയങ്കര വലിയ കഫേയാണ് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഒരൊറ്റ കഫേയാണ് കേട്ടോ ഇത്രയും തോനെ ആയിട്ടുള്ളത്. അപ്പം ഞാനിത് അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്നാണ് കേട്ടോ. പക്ഷേ കഫേയിൽ ആരും ഇല്ല. മീൻസ് മിർദിഫ് മോള് ഞങ്ങൾ പോയൊരു വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല ആൾ കുറവാണ് കേട്ടോ. അവിടെ മോസ്റ്റ്ലി അവിടെ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒന്നാമത് വീക്കെൻഡ് അല്ല പോയത്, നോർമൽ ഡേയ്സാണ് കേട്ടോ പോയത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല വീക്കെൻഡ്സിൽ പോണത് നോർമൽ ഡേയ്സിൽ പോണത് UAE-യിൽ. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു മോളിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അതാ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ ഗെയ്സ് ഇവിടെ ഫുൾ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ അടിപൊളി സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പം പിന്നെ ഇനിയൊരു ഫുഡ് കഴിക്കൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ പുറത്തിറങ്ങാന്നുള്ള വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഷർഫിനോട് പറഞ്ഞു എടാ അവിടെ ഫുള്ള് ഫുഡ് കോർട്ടാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. KFC ഉണ്ട്, KFC കാണുമ്പോൾ തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ കഴിക്കണില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഇപ്പോൾ ഒരു പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ആ ഒരു മോളിൻ്റെ പുറത്തത്തെ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് എന്താ പറയുക റെസ്റ്റോറൻറ്റ്സ് ഇൻസൈഡ് കാണുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആ ഇക്കനോട് പറഞ്ഞ ദുബായ് മാളിൻ്റെ ഉള്ളിലത്തെ പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വെക്കാണ് ശരിയാണല്ലോ എന്ന്. പിന്നെ ഇതിന് മേലെ കൂടെ നല്ല ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷർഫിനോട് കാണിക്കുമ്പോൾ ഷർഫ് എന്നോട് പറയുന്നുണ്ട് ഓവർ എക്സ്പ്രഷനൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവനുള്ളുമ്പോൾ ഇടയ്ക്കൊരു കൗണ്ടർ അടി കാരണം നല്ല രസമാണ് കേട്ടോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ. ആ എൻട്രൻസിൽ കൂടെ ഉണ്ട് നമ്മൾ എൻ്റർ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇൻസൈഡ് പാർക്കിംഗ് ആണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീക്കെൻഡ്സിലൊക്കെ ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. മിർദിഫ് മോൾ ദുബൈയിലാണ് കേട്ടോ. കുറച്ച് ഇൻസ്റ്റഗ്രാമബിൾ ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്ന് കമൻറ്റ്